ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നെത്തോലി കൊണ്ട് നല്ലൊരു പീരയാണ്. നെത്തോലി ചൂട എന്നൊക്കെ പറയും. ഇതൊരു വെറൈറ്റി ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇവിടെ ഞാൻ പച്ച തക്കാളിക്കാണ് ഉപയോഗിക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: പച്ച തക്കാളിക്ക ഒരു 4 എണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട്, ചെറുതാണേ. അതോടൊപ്പം തന്നെ നമുക്ക് പച്ചമുളകും ഉള്ളിയും എല്ലാം നമുക്ക് ആവശ്യമുണ്ട്. ഞാനിവിടെ സവോളയാണ് എടുക്കുന്നത്. ചെറിയ ഉള്ളിയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. നമുക്കൊരു ചട്ടി എടുക്കാം. അതിലേക്ക് നമുക്ക് ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. പച്ച തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, നമ്മുടെ പുളി അനുസരിച്ച് വേണമേ. പുളിയുള്ള തക്കാളിക്കാണെങ്കിൽ ഒരു 4 5 ഇത് കറക്റ്റ് പരുവമാണ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതെല്ലാം കൂടെ നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം. തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് ചതച്ചെടുക്കണം. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമുക്കൊരു സ്വല്പം വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആകണം. ഉപ്പും കൂടി ഇട്ട് കൊടുക്കണമേ. ഉപ്പും കൂടി ഇട്ട് നന്നായി ഇത് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇതൊരു ചെറുതീയിൽ 2-3 മിനിറ്റ് നേരം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഞാനത് വിട്ടുപോയി ആദ്യം ചേർക്കാൻ. എന്നിട്ട് ഇത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം കുക്ക് ചെയ്യാം. 2-3 മിനിറ്റ് മതി. തക്കാളിക്ക് ഒന്ന് കുക്കായി വന്നാൽ മാത്രം മതിയേ. കുക്കായി വരുന്ന സമയം നമുക്ക് നമ്മുടെ നെത്തോലി ഇട്ട് കൊടുക്കാം. ഒന്നെല്ലാം കൂടി യോജിപ്പിച്ച് നമുക്ക് വീണ്ടും ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാവേ. ഇതിന് നമ്മൾ പുളിയൊന്നും ചേർക്കുന്നില്ല. തക്കാളിയുടെ പുളിയിലാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. നല്ല അടിപൊളി പച്ചത്തക്കാളി ആയതുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണമേ. ഇത് കുക്കായതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാമേ. അടിപൊളി ടേസ്റ്റ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യുക.